ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ അവിയലാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ആവശ്യമുള്ള വെജിറ്റബിൾസാണ് ഇതൊക്കെ. എല്ലാ വെജിറ്റബിൾസും നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. ആദ്യം തന്നെ എടുക്കുന്നത് കോവക്കയാണ്. പിന്നെ പച്ചമുളക്, 4 പച്ചമുളകാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഒരു പച്ചക്കായ, മത്തൻ കുമ്പളങ്ങ, അതേപോലെ വെള്ളരിക്ക നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങക്കായ. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ക്യാരറ്റ്, പയർ, പടവലം തോല് കളഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഏത് വെജിറ്റബിൾസും ഇതിൽ ചേർത്ത് കൊടുക്കാം. ചേനയുണ്ടെങ്കിൽ ചേനയും ചേർത്ത് കൊടുക്കാം. ഈ പാത്രത്തിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നു. ഇനി ഇതിലേക്ക് ഓരോ വെജിറ്റബിൾസായി നമുക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ നീളത്തിൽ കട്ട് ചെയ്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് കുക്കറിലൊന്നും വെച്ച് നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല. നൈസായി കട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കുക്കറിൽ വെച്ചാൽ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. നാല് പച്ചമുളകാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അടുത്തതായി ഇതിന് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായി അരമുറി തേങ്ങയാണ് ചിരകി വെച്ച തേങ്ങ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടിയും കുറച്ചും കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, സാദാ ജീരകം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് വെന്ത് കിട്ടിയോ ഒന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഉടഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കണം. ഇത് ഒരു 2 മിനിറ്റ് കൂടി വെന്ത് കിട്ടണം. ഇതിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ പൊടിച്ചെടുത്തതാണ്. ഇപ്പോഴേക്കും നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ നന്നായി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് അധികം ഉടഞ്ഞു പോകാൻ പാടില്ല. കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടണം, അത്ര മാത്രമേ വേണ്ടൂ. ഇനി ഇതിലേക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ച മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അവിയൽ. അവിയലില്ലാത്ത സദ്യ ഉണ്ടാവില്ല. തീർച്ചയായും അവിയൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് അടുത്തതായി പുളിവിന് ആവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഇത് പുളി കുറഞ്ഞ തൈരാണ്, അതുകൊണ്ട് ഞാൻ ഇത്ര തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിലോ കളറ് കുറവാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
വെളിച്ചെണ്ണ തണുപ്പ് കൊണ്ട് തണുത്തുപോയി. അതുകൊണ്ട് ഇത് ചൂട് തട്ടുമ്പോൾ പെട്ടെന്ന് മെൽട്ടായി കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇത് ചേർത്താൽ നമ്മുടെ അവിയലിന് നല്ല ഒരു മണവും സ്വാദും ഉണ്ടാകും. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അവിയൽ റെസിപ്പിയാണിത്. എല്ലാവരും ഈ ഓണത്തിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.